നമസ്കാരം. ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട് സൂരജ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കോടതി വളപ്പിൽ അഭിവാദ്യം ചെയ്ത സി.പി.എം. പ്രവർത്തകർ. ശിക്ഷാവിധിക്ക് ശേഷം ഇവരെ തലശ്ശേരി കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സി.പി.എം. പ്രവർത്തകർ അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം മുഴക്കിയത്. വീരന്മാരാ പോരാളികളെ, കണ്ണൂരിന്റെ പോരാളികളെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, ചോരപ്പൂക്കൊണ്ട് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യമാണ് പ്രവർത്തകർ മുഴക്കിയത്. ശിക്ഷാവിധി കേൾക്കാൻ നൂറുകണക്കിന് സി.പി.എം. പ്രവർത്തകർ കോടതി വളപ്പിലെത്തിയിരുന്നു. പ്രതികളെ വാഹനത്തിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചത്. കേസിൽ 8 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 11ാം പ്രതിക്ക് 3 വർഷമാണ് ശിക്ഷ. 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്കാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 1ാം പ്രതി കേസിന്റെ വിചാരണ വേളയിൽ മരണപ്പെട്ടിരുന്നു. 2005 ഓഗസ്റ്റ് 7-ന് രാവിലെ 8:40-ന് ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത്. സംഭവത്തിന് 6 മാസം മുൻപ് സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുകാലിനും വെട്ടേറ്റ് 6 മാസം കിടപ്പിലുമായി. സി.പി.എം. പ്രവർത്തകനായ സൂരജ് ബി.ജെ.പിയിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകളും ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 സി.പി.എം. പ്രവർത്തകർക്കെതിരെയാണ് കേസ്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കേസ്. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി ടി.കെ. രജീഷ് നൽകിയ കുറ്റസമ്മതമൊഴി പ്രകാരം 2 പ്രതികളെ കൂടി കേസിൽ ഉൾപ്പെടുത്തി. രജീഷ്, മനോരാജ് എന്നിവരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രവും നൽകി. സി.പി.എം. പ്രവർത്തകരായ പത്തായക്കുന്ന് കാരായിൻറ്റെവിട ഹൌസിൽ ടി.കെ. രജീഷ്, കാവുംഭാഗം പുതിയടത്ത് എൻ.വി. യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഹൌസിൽ കെ. ഷംജിത്ത്, കൂത്തുപറമ്പ് നരവൂരിലെ പി.എം. മനോരാജ്, മുഴുപ്പിലങ്ങാട് വാണിയന്റെ പളപ്പിൽ നെയ്യോത്ത് സജീവൻ, പണിക്കൻറ്റെവിട ഹൌസിൽ പ്രഭാകരൻ, പുതുശ്ശേരി ഹൌസിൽ കെ.വി. പത്മനാഭൻ, പുതിയപുരയിൽ പ്രദീപൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. 10ാം പ്രതി എടക്കാട് കണ്ണവത്തിൻമൂല നാഗത്താൻകോട്ട പ്രകാശനെ വെറുതെ വിട്ടു. 1ാം പ്രതി മുഴുപ്പിലങ്ങാട് ലക്ഷം വീട് കോളനി പള്ളിക്കൽ ഹൌസിൽ പി.കെ. ഷംസുദ്ദീൻ എന്ന ഷംസു, 12ാം പ്രതി മക്രേരി കിലാലൂരിലെ ടി.പി. രവീന്ദ്രൻ എന്നിവർ വിചാരണവേളയിൽ മരിക്കുകയും ചെയ്തു. 2012-ൽ ടി.കെ. രജീഷിനെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് സൂരജ് വധക്കേസിൽ താനും നാരായണൻ എന്ന മനോരാജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കുറ്റസമ്മതമൊഴി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ. ദാമോദരൻ, ടി.കെ. രത്നകുമാർ എന്നിവർ കേസ് പുനരന്വേഷിക്കുകയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു. ശിക്ഷിക്കപ്പെട്ട 5ാം പ്രതി പി.എം. മനോരാജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരനുമാണ്. ടി.പി. ചന്ദ്രശേഖരൻ കേസ് ജയിലിൽ കിടക്കുന്ന ടി.കെ. രജീഷ്, പാനൂർ വിനയൻ വധക്കേസിലെ പ്രതിയും ആർ.എസ്.എസ്. ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് കതിരൂർ മനോജിനെയും പിണറായിയിലെ പ്രേംജിത്തിനെയും വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമാണ്. കേസിൽ 42 സാക്ഷികളിൽ 28 സാക്ഷികളെ വിസ്തരിക്കുകയും 51 രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കെ. ദാമോദരനാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയത്. ടി.കെ. രത്നകുമാർ തുടരന്വേഷണം നടത്തി 2 പേരെ കൂടി പ്രതി ചേർത്തു. കോടതി വിധിയറിയാൻ സി.പി.എം. ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളും കോടതിയിലെത്തിയിരുന്നു. ഈ സമയത്താണ് പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി.പി.എം. പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്.